ഇന്നത്തെ ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ സതീശനാണ്, പ്രതിപക്ഷ നേതാവില്ലേ. പുള്ളിക്കാണ് ഇതിന് മാർക്ക് കൊടുക്കേണ്ടത്. കാരണം വെച്ചാൽ ഈ നമ്മുടെ അൻവർ ആണെങ്കിൽ പഠിച്ച പടി 18 നോക്കി കോൺഗ്രസ്. പുള്ളി പറയുന്നു അവിടെ നിൽക്കി ഇത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആ തീരുമാനം പാളി പോയിരുന്നെങ്കിൽ നനച്ചു നോക്കി സതീശനെ ഇപ്പൊ കൊടുത്തേനെ ഇപ്പൊ എല്ലാരും. അതുകൊണ്ട് വളരെ മികച്ച തീരുമാനമാണ്. ആ തീരുമാനം കൊണ്ടാണ് ഇപ്പൊ ഷൗക്കത്ത് ജയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ LDF സ്ഥാനാർത്ഥി സ്വരാജ് മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല, വളരെ മികച്ച സ്ഥാനാർത്ഥിയാണ്. നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചെറിയ പുരുഷല്ല, 11,000 സംതിങ് വോട്ടിനാണ് ഷൗക്കത്ത് ജയിച്ചത്. അൻവർ പിടിച്ച വോട്ട് അത്ര ചെറിയ വോട്ടൊന്നും അല്ല, 19,000 സംതിങ് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അതെ, അവിടെ കാണാം ആ നിലമ്പൂരെങ്ങാണം LDF ജയിച്ചു വരുന്നു എങ്കിൽ ഏകദേശം സതീശന്റെ കാര്യം തീരുമാനമായേനെ. ഇപ്പൊ തന്നെ ഓൾറെഡി പാർട്ടിക്കകത്ത് തന്നെ ഒരു ചെറുച്ചേർച്ചയില്ലായ്മ ഉണ്ട്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതുകൂടെ ആയെങ്കിൽ ഏകദേശം കാര്യം തീരുമാനമായിരുന്നു. ഇപ്പം ഇതൊരു പൊന്തോല സതീശന്. കാരണം വെച്ചാൽ ഒരു വ്യക്തിപ്രഭാവം അത്രയും ഒരു തീരുമാനം എടുക്കുന്നു, അത് നടപ്പിലാക്കുന്നു. അങ്ങനെ വേണം ഒരു പാർട്ടി ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ. അപ്പൊ അയാൾ ഇല്ലെങ്കിൽ പോലും UDF ജയിച്ച് കാണിച്ചു കൊടുത്തില്ലേ, അൻവർ ഇല്ലെങ്കിൽ പോലും UDF ജയിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ വേണം, അതാണ് പോളിസി, അതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് കൈയടി പ്രതീക്ഷിക്കുന്നുണ്ട് സതീശൻ. വളരെ മികച്ച തീരുമാനമായിരുന്നു, അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കോൺഗ്രസ് UDF എന്ന് പറഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത ഇലക്ഷൻ 2024 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് 5 മുഖങ്ങളാണുള്ളത്. ഇതിനകത്ത് ആര് മുഖ്യമന്ത്രി ആകണമെന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ അവർക്ക്. ആരെ ആക്കണം മുഖ്യമന്ത്രി? സതീശന്, പിന്നെ അതുപോലെ KPCC പ്രസിഡന്റ് സുധാകരന്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെന്നിത്തല, പിന്നെ ഇതിലെല്ലാം പോയിട്ട് നമ്മുടെ കേന്ദ്രത്തിലാളുണ്ട് നമ്മുടെ KC വേണുഗോപാൽ, ആളെ ചരട് വലിക്കുന്ന ആള്. ഇത്രയും പേരെ മുഖത്തിന് ആര് മുഖം വെച്ച് വെക്കൂ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം 2024 അടുത്ത ഇലക്ഷൻ. ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സതീശൻ എന്ന് പറയുമ്പോൾ പുള്ളി എല്ലാം പഠിച്ച് വളരെ കൃത്യമായിട്ട് അതിനെ അളന്ന് പഠിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനമായാലും അല്ല എന്തുമായാലും അത് പറയുന്നത്. അല്ല ചുമ്മാ വന്നിട്ട് ഡയലോഗ് അടിക്കത്തില്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ അത് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആകുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇതിപ്പം എടുത്ത തീരുമാനം വളരെ ഉചിതമാണ്. സതീശന് ഒരു കൈയടിയുണ്ട്, ഉറപ്പാണ് കൈയടിയുണ്ട്. കോൺഗ്രസിൽ നിന്നായാലും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരിൽ നിന്നായാലും ഒരു കൈയടി ഉറപ്പാണ്. കാരണം വളരെ മികച്ച തീരുമാനമായിരുന്നു. ഒരാളില്ലെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. അതാണ് ഒരു പ്രതിപക്ഷ നേതാവ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് വളരെ മികച്ച തീരുമാനമാണ്. അതിന്റെ കൈയടി അറിയിക്കുന്നുണ്ട് പുള്ളി. BJP അവിടെ ഒരു 8,000 സംതിങ് വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ അൻവർ പിടിച്ചേക്കുന്ന വോട്ടിനകത്ത് എനിക്ക് തോന്നുന്നു LDFന് പോകേണ്ട വോട്ടാണ്. അത് ഒരു 10,000 വോട്ടിൽ കൂടുതൽ എന്തായാലും LDFന് പോകേണ്ട വോട്ടുണ്ട് അതിനകത്ത്. അത് അൻവർ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷൗക്കത്തിന് 11,000 വോട്ടിനാണ് വിജയം ഉണ്ടായത്. ഇനിയിപ്പോ കണ്ടറിയാം, നമുക്ക് 8 മാസമുണ്ട്. 8 മാസം കൊണ്ടുള്ള പ്രവർത്തനം എങ്ങനെയുണ്ടെന്നറിയാം. അതിനുശേഷം എന്തായാലും എല്ലാ വിജയഭാവങ്ങളും നേരുന്നു ഷൗക്കത്തിലേക്ക്. ഓക്കെ.